മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്. ഇനി ഓഗസ്റ്റ് 15 വരികയാണല്ലേ. അപ്പോൾ നമുക്ക് അന്നത്തെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടിയിട്ട് ഞാൻ ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഏത് കളറാണെന്നൊന്നും ഞാൻ പറയണ്ടല്ലോ. പച്ച, ഓറഞ്ച്, വെള്ള, ഈ ഒരു 3 കളറാണ് കേട്ടോ. അപ്പോൾ 3 കളറും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ പച്ചയും ഓറഞ്ചും റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തു. അതൊരു വള വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. കോമ്പസ് ഉള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഓറഞ്ച് കുറച്ച് വലുതും പച്ച കുറച്ച് ചെറുതുമാണ്. ഇനി നേരെ അത് സെൻറ്ററിൽ മടക്കി വെച്ചിട്ട് ആ സെൻറ്ററിൽ നിന്നും വെട്ടി രണ്ട് കഷ്ണങ്ങളാക്കുക. എന്നിട്ട് അതിൻ്റെ കൂർത്ത് നിൽക്കുന്ന ഭാഗം ഉണ്ടാവില്ല, ഒരു കോണ്, ആ കോണിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു റൗണ്ട് കട്ട് ചെയ്താൽ അതിൽ നിന്ന് 2, ഇപ്പം ഞാൻ ഓറഞ്ചും പച്ചയും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ എനിക്ക് 2 എണ്ണം ഉണ്ടാക്കാൻ കഴിയും. പിന്നെ വെള്ള ഫോം ഷീറ്റ് ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത് ചെയ്യേണ്ടത് സൂചിയും നൂലും എടുത്തിട്ട് ഈ ഫോം ഷീറ്റ് ഇതേപോലെ ഈ കാണുന്ന രീതിയിൽ കോർത്തെടുക്കുക. അല്ലെങ്കിൽ ഒന്നിങ്ങനെ കൈ കൊണ്ടിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ കെട്ടി വെച്ചാലും മതി. എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഈ സൂചി നൂലിട്ട് കെട്ടുന്നതിനേക്കാളും എളുപ്പം അതായിരിക്കും. നോക്കട്ടെ, പറ്റുമെങ്കിൽ ഞാൻ അങ്ങനെ കെട്ടുന്നൊരു വീഡിയോ ഇടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ ആയിട്ടുണ്ടാവും കേട്ടോ. ഞാനിതിപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് നേരത്തെ ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ആർക്കെങ്കിലും ഉണ്ടാക്കണമെങ്കിലും ഉണ്ടാക്കാം. നമ്മൾ അന്നത്തെ ദിവസം തലേ ദിവസം ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല, ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ അടുത്ത പ്രാവശ്യമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരുപാട് പേര് സെർച്ച് ചെയ്യുന്നുണ്ടാവും. ഞാനും ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ട്. ഇൻഡിപെൻഡൻസ് ഡേക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ഒരുപാട് സെർച്ച് ചെയ്തതുകൊണ്ടാണ് കുറച്ച് മുമ്പേ തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ ഇത് കെട്ടിയതിന് ശേഷം ഈ വൈറ്റ് ഫോം ഷീറ്റില്ലേ, അത് സെൻറ്ററിലൂടെ മടക്കി വെച്ചിട്ട് ഗമ്മിട്ട് ഒട്ടിച്ചേക്കുക. അപ്പോൾ ഒട്ടി നിൽക്കുക കുറച്ച് സമയം എടുക്കും കേട്ടോ, കുറച്ചൊരു ക്ഷമ വേണം. അതിനുശേഷം നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പില്ലേ, അലിഗേറ്റർ അത് തന്നെയാണെന്ന് തോന്നുന്നു, ആ ഒരു ക്ലിപ്പില്ലേ, അതിൻ്റെ മേലെ ഇത് ഒട്ടിച്ച് വെക്കുക. ഇതാണ് ഫൈനൽ റിസൾട്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മൾ തന്നെ നമ്മളെ മക്കൾക്ക് ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇതിപ്പോൾ റബ്ബറിലോ അങ്ങനെ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ഈ ക്ലിപ്പ് ഇല്ലാത്തവർ റബ്ബർ ബാൻഡിൽ വരെ ഇത് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വെറൈറ്റി വീണ്ടും കാണാം. ബൈ.